ഇന്ത്യയിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ നേരിട്ട് കാണാൻ കഴിയുന്ന, ഇരുവശത്തെയും ജനങ്ങൾക്ക് പരസ്പരം നേരിൽ കാണാൻ സാധിക്കുന്ന അപൂർവം അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കേരൻ. കേരൻ എന്ന് പറയുമ്പോൾ ശ്രീനഗറിൽ നിന്ന് ഏതാണ്ട് 3 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മുടെ കുപ്വാരയിലെത്തി. കുപ്വാരയിൽ നിന്ന് ഏതാണ്ട് 3.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ദുർഘടമായ റോഡാണ്, പല സ്ഥലത്തും സ്ലിപ്പ് ചെയ്യുന്ന റോഡാണ്, ലാൻഡ് സ്ലൈഡുകളുണ്ട്. വളരെ ദുർഘടം പിടിച്ചാണ്, മഴ സമയത്ത് വരരുത്. ഇപ്പോൾ ഒരു ചെറിയ അറുതി കിട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ കുടുംബസമേതം ഒരു കാര്യത്തിന് വന്നപ്പോൾ ഇവിടെ എത്തിയതാണ്. ഏതായാലും ഇവിടെ വളരെ മനോഹരമായൊരു സാഹചര്യമാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ പാകിസ്ഥാനെ ഈ അതിർത്തി വരെ മാറ്റി നിർത്തിയത് 1947 ഇന്ത്യയുടെ സൈന്യം ഈ അതിർത്തി വരെ മാറ്റി നിർത്തിയതിനെക്കുറിച്ച് ഉള്ള വിവാദത്തെക്കുറിച്ച് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിന്ന് പാകിസ്ഥാൻ സേന ശ്രീനഗർ വരെ വന്നതാണ്. ശ്രീനഗറിൻ്റെ 8 കിലോമീറ്റർ അടുത്ത് വരെ ബാരാമുള്ള പിടിച്ചടക്കി, കുപ്വാര പിടിച്ചടക്കി, ഏതാണ്ട് എല്ലാ ഭാഗവും ശ്രീനഗറിൻ്റെ അടുത്ത് വരെയുള്ളതെത്തി അവർ പിടിച്ചടക്കിയതാണ്. അവിടെ നിന്നാണ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സേന കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം, മക്ബൂൽ ഷർവാനിയുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അബ്ദുള്ളയുടെ ജനകീയ പിന്തുണയോടുകൂടി ഇന്ത്യൻ സേന ജനങ്ങൾ സപ്പോർട്ട് കൊടുത്ത്, വാഹനം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, പണം കൊടുത്ത് സഹായിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മുസാഫറാബാദിൽ ഇവിടെ ഈ നദിക്ക്, അതായത് കിഷൻഗംഗ എന്ന് പറയുന്ന ഈ നദിക്ക് അപ്പുറേ, അവിടെ പാകിസ്ഥാൻ വിളിക്കുന്ന നീലം നദി എന്നാണ്, ഈ നദിയുടെ അപ്പുറത്തേക്ക് അവരെ മാറ്റിയത്. പലരും ചോദിക്കുന്നുണ്ട്, കുറച്ചുകൂടി യുദ്ധം ചെയ്താൽ ഇനിയും പോകില്ല എന്നും. ഡിസംബർ തൊട്ട് കാശ്മീരിലേക്കുള്ള എല്ലാ വഴികളും മഞ്ഞ് നിറഞ്ഞ് തടസ്സപ്പെടും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഖൈബർ വഴിക്ക് വരാം, മുസാഫറാബാദ് ചുരം വഴിക്ക് വരാം, 5 ചുരം കടന്നുകൂടി ഈ പ്രദേശത്തേക്ക് എത്താം, കാശ്മീരിലെത്താം. ഇന്ത്യക്ക് അക്കാലത്ത് ജവഹർ ടണലുള്ള ആ റോഡ്, അതായത് ജമ്മു ശ്രീനഗർ ഹൈവേ വഴിക്ക് മാത്രമേ പട്ടാളത്തിൽ വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഇന്ത്യൻ പട്ടാളം യുദ്ധം തുടർന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ പരാജയം നേരിടുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഐക്യരാഷ്ട്രസഭയെ ഇടപെടിച്ചുകൊണ്ട് മാന്യമായി യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ ഈ അതിർത്തി നദിയുടെ അക്കരെ നിർത്തിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചത്. അത് ചരിത്രപരമായൊരു വിജയമാണ്. അതിനെ കൊച്ചാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെയാണ് തിരിച്ചറിയേണ്ടത്. ഇവർ എല്ലാത്തിനെയും പുച്ഛത്തോടു കൂടി കാണുന്ന ആളുകളാണ്. ഇവിടം വരെയുള്ള, അതായത് കാശ്മീർ അടക്കമുള്ള ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും ഇവിടുത്തെ ജനങ്ങളുമാണ്. കാശ്മീർ ഇന്ത്യയോട് ചേർക്കണമെന്നുള്ളത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മാത്രം തീരുമാനമായിരുന്നു. ഹൈദരാബാദ് വിട്ടുതരികയാണെങ്കിൽ ജമ്മു കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്ന നിലപാടിലായിരുന്നു ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേൽ. നെഹ്റുവിൻ്റെ കടുംപിടുത്തം കൊണ്ടാണ് ജമ്മു കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ കഴിയാതെ പോയതെന്ന് വിക്ടോറിയ ഷോഫീൽഡ്സ് തൻ്റെ കാശ്മീർ ഇൻ കോൺഫ്ലിക്ട്സ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ രാഷ്ട്രീയ ഉപദേശകനായിരുന്ന സർ കോണാർഡ് കോൺഫീൽഡും ജമ്മു കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ തൻ്റെ ജന്മനാട് കൂടിയായ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ കടുംപിടുത്തത്തിന് മുന്നിൽ ഇവരുടെ നീക്കം വിജയിച്ചില്ല. 1947 ആഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 26 വരെ 73 ദിവസം ജമ്മു കാശ്മീർ സ്വതന്ത്ര രാജ്യമായി നിലനിന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്താനുള്ള പാതയായ ജമ്മു ശ്രീനഗർ പാത ഇന്ത്യൻ സർക്കാർ അതിവേഗം യാത്രായോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനുമായി കാശ്മീരിൽ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പട്ടാള നീക്കം നെഹ്റു മുൻകൂട്ടി കണ്ടു എന്നാണ് ഇത് തെളിയിക്കുന്നത്. സമ്പൂർണ്ണമായി ദുഷ്പ്രഭുത്വം നിലനിന്നിരുന്ന രാജ്യമായിരുന്നു കാശ്മീർ. രാജ്യത്തെ 75% വരുന്ന സമ്പത്ത് ഭരണം നടത്തിയിരുന്ന ദോഗ്ര പണ്ഡിറ്റ് വിഭാഗത്തിൻ്റെ കൈവശമായിരുന്നു. ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ദരിദ്രരും നിർബന്ധിത തൊഴിൽ ചെയ്യാൻ വിധിക്കപ്പെട്ടവരുമായിരുന്നു. ഈ സാമ്പത്തിക അസമത്വം പാകിസ്ഥാൻ വന്നാൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന ധാരണ ചില മുസ്ലിങ്ങൾക്കിടയിൽ വളർത്തിയെടുക്കാൻ കാരണമായി. കാശ്മീർ ജനതയെ ഇന്ത്യയോടൊപ്പം നിർത്താൻ ഏറ്റവും എളുപ്പവഴി ജമ്മു കാശ്മീരിലെ അക്കാലത്തെ ജനകീയ നേതാവായ, പിന്നീട് നാഷണൽ കോൺഫറൻസായി മാറിയ മുസ്ലിം കോൺഫറൻസ് നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയെ ഇന്ത്യക്ക് അനുകൂലമാക്കി നിർത്തുകയാണെന്ന് നെഹ്റു മനസ്സിലാക്കി. ദോഗ്ര രാജാവ് ഹരി സിംഗ് തടവിലിട്ട ഷെയ്ഖ് അബ്ദുള്ളയെ സന്ദർശിക്കാനും പിന്തുണ നൽകാനുമായി ജവഹർലാൽ നെഹ്റു കാശ്മീരിലേക്ക് പുറപ്പെട്ടു. രാജാവ് നെഹ്റുവിന് പ്രവേശനാനുമതി നിഷേധിച്ചു. 6 മണിക്കൂറോളം കാശ്മീർ അതിർത്തിയിൽ കാത്തുനിന്ന ശേഷം നെഹ്റു മടങ്ങി. ഷെയ്ഖ് അബ്ദുള്ളയിലൂടെ കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യക്കൊപ്പം നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം ജനങ്ങളുടെയും എതിർപ്പ് നേരിട്ട് പിന്മാറിയ ഹൈദരാബാദ് നൈസാമിന് തത്തുല്യമായ നിലപാട് കാശ്മീരിൽ ഇന്ത്യ സ്വീകരിക്കേണ്ടി വരുമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഒരു ഘട്ടത്തിലും ജമ്മു കാശ്മീരിനെ ഇന്ന് നാം നൽകുന്ന തരത്തിലുള്ള പ്രാധാന്യം നൽകിയില്ല.
കാശ്മീർ പോയാലും ഹൈദരാബാദ് ലഭിച്ചാൽ മതിയെന്ന നിലപാടിലായിരുന്നു പട്ടേൽ. കാശ്മീരിനെ ചൊല്ലി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചതോടെ ഒരു ഭാഗത്ത് ഷെയ്ഖ് അബ്ദുള്ളയുടെ പിന്തുണയോടെ ഇന്ത്യൻ പട്ടാളം യുദ്ധം ചെയ്തപ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാൻ പട്ടാളവും എല്ലാവിധ ഗോത്രവർഗ തീവ്രവാദ ശക്തികളെയും ഇന്ത്യക്കെതിരെ അണിനിരത്തി. ഇവരിൽ ഭൂരിഭാഗവും തണുപ്പ് നിറഞ്ഞ കുന്നിൻ പ്രദേശങ്ങളിൽ താമസിച്ച് പരിചയമുള്ളവരും ദീർഘകാലം യുദ്ധം ചെയ്യാൻ പരിചയം ലഭിച്ചവരുമായിരുന്നു. യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് ലഡാക്കും കാർഗിലും നഷ്ടപ്പെടുക പോലുമുണ്ടായി. പാകിസ്ഥാൻ കാശ്മീർ താഴ്വരയിലേക്ക് 5 മാർഗങ്ങളിലൂടെ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായി ആയുധങ്ങളും ഭക്ഷണങ്ങളും എത്തിക്കാൻ സാധിക്കും. പാകിസ്ഥാൻ യുദ്ധമുന്നണിയിലേക്ക് വൻതോതിൽ റോഡുകൾ നിർമ്മിക്കാനും തുടങ്ങി. ഇതിന് ബ്രിട്ടനും അമേരിക്കയും ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചു. ലണ്ടനിലെ നാഷണൽ ആർമി മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുച്ചർ രേഖകൾ പ്രകാരം 1948 നവംബർ 22 യുദ്ധം തുടങ്ങി 13 മാസങ്ങൾക്ക് ശേഷം ജനറൽ ബുച്ചർ നെഹ്റുവിന് എഴുതി, ഇന്ത്യൻ സേന 2 ദൗർബല്യങ്ങൾ നേരിടുന്നു. പട്ടാളത്തിലെ ജൂനിയർ നേതൃത്വത്തിന് കുന്നിൻ പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്യാൻ വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ല. വായുസേനയുടെ ശക്തമായ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് സൈനികർ പറയുന്നു. ഭാരിച്ച ചെലവ് വരുന്ന യുദ്ധത്തിൽ യുദ്ധസാമഗ്രികളുടെ ദൗർലഭ്യത സൈനികരെ ബാധിക്കുന്നു. സ്പെയർ പാർട്സുകളും ആവശ്യത്തിന് ലഭിക്കുന്നില്ല. ശത്രുവിൻ്റെ ഏതു തരത്തിലും കാശ്മീർ പിടിക്കാനുള്ള മാനസിക നിലയും താഴ്വരയിലേക്കുള്ള നിരവധി പാതകളും പാകിസ്ഥാന് അനുകൂല ഘടകങ്ങളായതിനാൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് യുക്തിയല്ല എന്നായിരുന്നു ബുച്ചറിൻ്റെ നിഗമനം. ഇതിന് മറുപടിയായി നെഹ്റു പറഞ്ഞത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പൂഞ്ചും ലേയും നാം ഏതാണ്ട് മോചിപ്പിച്ചുവെന്നും മഞ്ഞുകാലത്തിന് മുമ്പ് ഇന്ത്യൻ സേന പരമാവധി മുന്നേറി രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നീങ്ങാമെന്നുമായിരുന്നു. ഇതിനിടെ പാകിസ്ഥാൻ 2ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ വിദഗ്ധ ബോംബ് പരിശീലനം ലഭിച്ച 400 പോളിഷ് വ്യോമസേന അംഗങ്ങളെ വാടകയ്ക്കെടുത്തു. അതിൽ 30 പേർ പാകിസ്ഥാനിൽ എത്തിയെന്നും വാർത്ത വന്നു. അതേവരെ പ്രതിരോധത്തിലായിരുന്ന പാകിസ്ഥാൻ സേന തണുപ്പ് കാലഘട്ടത്തിൻ്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി കൂടുതൽ ആക്രമണം നടത്തിയാൽ നിലവിൽ ക്ഷീണിതരായ ഇന്ത്യൻ സൈന്യത്തിന് തിരിച്ചടിയുണ്ടാവുമെന്നുള്ളത് നെഹ്റുവിന് ബോധ്യപ്പെട്ടിരുന്നു. അപ്പോഴേക്കും ഹൈദരാബാദിൽ നൈസാമിനോടും ഗോവയിൽ പോർച്ചുഗീസുകാരോടും യുദ്ധത്തിന് സൈന്യത്തെ തയ്യാറാക്കേണ്ട അവസ്ഥ വന്നു. എല്ലാ സാഹചര്യങ്ങളും ബോധ്യപ്പെട്ട നെഹ്റു പാകിസ്ഥാനെ പരമാവധി പുറകോട്ട് നീക്കി UN മധ്യസ്ഥതയിൽ നാം പിടിച്ചെടുത്ത ഭൂമി സുരക്ഷിതമാക്കുകയായിരുന്നു. നെഹ്റുവിൻ്റെ ശക്തമായ നിലപാടുകളില്ലായിരുന്നുവെങ്കിൽ ജമ്മു കാശ്മീർ എന്നേക്കുമായി ഇന്ത്യക്ക് നഷ്ടപ്പെടുമായിരുന്നു. അവിടുത്തെ നാഷണൽ കോൺഫറൻസിനെയും കൂട്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കില്ലായിരുന്നു. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ഇന്ത്യ കൂടുതൽ യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളും പിടിച്ചെടുക്കാമായിരുന്നുവെന്നും അതിനെ തടയിട്ടത് നെഹ്റു ആയിരുന്നുവെന്നും കള്ളപ്രചരണം നടത്തുന്നത്. ജമ്മു കാശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിച്ച പ്രജാപരിഷത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ന് സംഘപരിവാറിൻ്റെ ഭാഗമാണ്. കാശ്മീർ രാജാവ് കൃത്യസമയത്ത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ ഏൽപ്പിക്കാതിരിക്കാൻ പരിശ്രമിച്ചതും പ്രജാപരിഷത്തിൻ്റെ സമ്മർദ്ദഫലമായിരുന്നു. അന്ന് കൃത്യസമയത്ത് ഇന്ത്യയിലേക്ക് ജമ്മു കാശ്മീർ സമ്പൂർണ്ണമായി ലയിപ്പിച്ചിരുന്നുവെങ്കിൽ ജമ്മു കാശ്മീർ സമ്പൂർണ്ണമായി ഇന്ത്യയുടെ ഭാഗമാകുമായിരുന്നു. ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന സംഘപരിവാറിന് ഇതേക്കുറിച്ച് ഒരു മിണ്ടാട്ടവുമില്ല. നന്ദി, നമസ്കാരം.